ബാക്ക് ടു എഡ്യു വാലറ്റ്. അങ്ങനെ നമ്മൾ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കെമിസ്ട്രി, മാത്സ് ഒക്കെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ വിശ്വാസത്തിൽ, അതേ പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാണ്. ഇന്നത്തെ ടോപ്പിക്ക് പറഞ്ഞു പോവല്ല, ഓരോ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി ഇതുവരെ പഠിക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള എങ്ങനെ പഠിക്കുക എന്നൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണണേ. നിങ്ങളെല്ലാവരും ഈ ഒരു ദിവസം കംപ്ലീറ്റ് പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങൾക്ക് സാധിക്കും. കിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ഇതാണ് സെക്കൻഡ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് കുറച്ച് 1 വേർഡ്സ് അറിഞ്ഞിരിക്കുന്നുണ്ടോ, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചിന്തിച്ച് കുറേ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഡിറൈവ് ആൻ എംപിറിക്കൽ റിലേഷൻഷിപ്പ് ഫോർ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ കാർ ഇൻ ദ ടേംസ് ഫോർ ദ മാസ് ഓഫ് ദ കാർ, വെലോസിറ്റി ആൻഡ് റേഡിയസ് ഓഫ് ദ കാർ. അതായത് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതായത് ഫോഴ്സിൻ്റെ റിലേഷൻഷിപ്പ്, ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. എന്തൊക്കെ ഇവിടെ നമ്മൾ നോക്കുക, ഡയമെൻഷൻ അനാലിസിസ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്നാ തന്നിട്ടുണ്ട്, ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്. ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസ് എം ഉണ്ട്, ദെൻ വെലോസിറ്റി ഉണ്ട്, ദെൻ റേഡിയസ്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഇക്വേഷൻ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ ഒപ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒപ്പം ചെയ്താൽ ഒപ്പം നോട്ട്ബുക്കൊക്കെ ഞാൻ ഒപ്പം ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യുക. സോ നമുക്ക് എന്താ മനസ്സിലായത്, ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസ്, വെലോസിറ്റി ആൻഡ് റേഡിയസ്. ഈ 3 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ ചെയ്യാന്നറിയോ, ഈ എഫിൻ്റെ ഇക്വേഷൻ എഫ് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, എഫ് ഈക്വൽ ടു മാസിന് നമ്മൾ എന്ത് കൊടുക്കുക, മാസിൻ്റെ മുകളിലൊരു എ എന്ന് കൊടുക്കുക, വെലോസിറ്റിയുടെ മുകളിലൊരു ബി എന്ന് കൊടുക്കുക, ആറിൻ്റെ മുകളിലൊരു സി എന്ന് കൊടുക്കുക. നമുക്ക് അതിൻ്റെയൊക്കെ പവർ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ ഓരോന്നിൻ്റെ ഡയമെൻഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഒപ്പം പഠിച്ചോളൂ കേട്ടോ, നമുക്ക് ഇത് ബേസിലുള്ള ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാസ് ഒക്കെ നമ്മൾ ക്യാപിറ്റൽ എം ആണ് അതിൻ്റെ ഡയമെൻഷൻ ആയിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, സോ എഫ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ആക്സിലറേഷൻ ആണ്. മാസ് നമുക്ക് ക്യാപിറ്റൽ എം ആയിട്ട് കൊടുക്കാം. ദെൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി ഡയമെൻഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, വെലോസിറ്റി ബൈ ടൈം ആണ്. ദെൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലെങ്ത്തിലാണ് പറയുക, ഇത്ര മീറ്റർ. അപ്പോൾ എൽ ആണ് അതിൻ്റെ ഡയമെൻഷൻ. ബൈ ടൈം നമ്മൾ ടിയിലാണ് പറയുക. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ, എൽ ബൈ ടി. എന്താ വെച്ചാൽ എൽ എഴുതാ, ടി മുകളിലോട്ട് കയറ്റുമ്പോൾ -1 ആവും. LT⁻⁻1. ഇത് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തൊരു ആ ലിങ്ക് ഒന്ന് നോക്കണേ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് വെലോസിറ്റിയുടെ കിട്ടി. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ആ വെലോസിറ്റിയുടെ അവിടെ ഇതിട്ട് കൊടുക്കാം, LT⁻⁻1/T. സോ നമുക്ക് എന്താ കിട്ടുക, എൽ എഴുതാ, T⁻⁻1 ഓൾറെഡി ഉണ്ട്. ഈ ടി നമ്മൾ ഒന്നുകൂടി മുകളിലോട്ട് കയറ്റുമ്പോൾ അതിനൊരു -1 വരും. സോ നമുക്ക് -1 പ്ലസ് ആക്കിയിട്ട് -2 എന്ന് എഴുതാം. സോ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താ, LT⁻². നമ്മുടെ വീഡിയോ ഒപ്പം കാണുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2-3 ദിവസങ്ങളായി വീഡിയോസ് ഇടുന്നു, അങ്ങനെയുള്ള ഒരാൾക്കാണെങ്കിൽ ഇത് വേഗം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു റിവിഷനും കൂടിയായി അല്ലേ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ ഭാഗങ്ങൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വേഗം പറഞ്ഞു പോയത് കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ കിട്ടി, ഡൺ. ദെൻ നെക്സ്റ്റ് എന്താണ്, നമുക്കിവിടെ മാസിൻ്റെ എന്താണ്, മാസ് എന്നൊക്കെ പറയുമ്പോൾ ക്യാപിറ്റൽ എം ആണ്, അത്ര മതി. ദെൻ വെലോസിറ്റി നമുക്ക് ഇവിടുന്ന് കിട്ടിയല്ലോ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ, LT⁻⁻1. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ എന്ത് കൊടുക്കാം, LT⁻⁻1. ഡൺ. ദെൻ നെക്സ്റ്റ് അടുത്ത എന്താണ്, റേഡിയസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളത് സെൻറ്റിമീറ്ററിലാണ് പറയുക. സെൻറ്റിമീറ്ററിൽ മീറ്ററിലൊക്കെ പറയുന്നതാണെങ്കിൽ നമ്മളതിന് എൽ എന്നാണ് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിനും ഡയമെൻഷനായി. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താലോ, എഫിൻ്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ കിട്ടിയ ML⁻². ദെൻ മാസ് എന്താണ്, ക്യാപിറ്റൽ എം ആണ്. നമുക്കിനി ഈ എൽ എഴുതാം, അതായത് റേഡിയസ് എഴുതിയിട്ട് വെലോസിറ്റി എഴുതാം. എന്താണ് റേഡിയസിൻ്റെ അത് ഏതാണ്, എൽ കേട്ടോ. ഇവിടെ എ ഉണ്ട്, ഇവിടെ നമുക്ക് സി ഉണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇവിടെ നോക്കുക, ഇവിടെ വെലോസിറ്റി എന്താണ്, LT⁻⁻1. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ബി കൊടുക്കാം. ഞാനൊന്ന് ഓർഡർ മാറ്റുകയാണേ. റേഡിയസിന് ആദ്യം എഴുതിയിട്ട് പിന്നെ വെലോസിറ്റിന് ഏതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ റേഡിയസ് ഏതാണ്, ബി, അത് കഴിഞ്ഞിട്ട് വെലോസിറ്റിക്ക് ഞാൻ സി എന്ന് കൊടുക്കുകയാണ് കേട്ടോ.
ഓക്കെ, ഒന്ന് എളുപ്പത്തിനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ ആൻസർ ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്തു, വെലോസിറ്റിയുടെ കൊടുത്തു. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണുള്ളൂ. നമുക്കിത് ഇതുപോലെ അതുപോലെ തന്നെ കോപ്പി ചെയ്ത് വെക്കുക. എം റേസ് ടു എ എഴുതുക, എൽ റേസ് ടു ബി ഉണ്ട്, അതുപോലെ എഴുതി. നമുക്കിനി ഇവിടെ എന്ത് ചെയ്യുക, ഈ സി എന്ന് പറഞ്ഞാൽ ഈ എല്ലിനും ടിക്കും ഉള്ളതാ. അപ്പോൾ ഈ എല്ലിന് ഒരു സി കിട്ടി, ടിക്ക് എന്താ പറയുക, ടിക്ക് അവിടെ ഓൾറെഡി -1 ഉണ്ട്, അവിടേക്ക് ഒരു സി വരുമ്പോൾ -c എന്നാവും. -1 ഇൻറ്റു സി ആണ് അവിടെ ചെയ്യുന്നത്. -1 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എന്താ, -c. ഇങ്ങനെ കിട്ടി. നമ്മൾ ഇന്ന് രണ്ട് ഭാഗം ഒന്ന് നോക്കുക. ഇവിടെ എം റേസ് ടു എ ഉണ്ട്, ഇവിടെ എം ഉണ്ട്. അപ്പോൾ ഇവിടെ എം ഒരു പവർ ഉണ്ടെന്നാണ് അർത്ഥം. നമ്മൾ വെറും എം എന്ന് എഴുതിയാൽ അതിൻ്റെ മുകളിൽ 1 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. സോ ഇവിടെ നമുക്ക് എമ്മിന് എ ആണ്. അതിൻ്റെ മീനിങ് എന്താ, ഇവിടെ എം റേസ് ടു 1, ഇവിടെ എം റേസ് ടു എ എന്ന് വെച്ചാൽ എന്താ, എ ഈക്വൽ ടു 1 ആണ്. മുകളിലുള്ളതൊന്ന് ഈക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും എ ഈക്വൽ ടു 1. ഇനി അതുപോലെ നമുക്ക് എല്ല് നോക്കിയാൽ ഇവിടെ എല്ല് 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലെന്ന് എഴുതിയിട്ട് 2 വരുന്ന കാരണം, 2 എല്ല് വന്ന കാരണം അതിൻ്റെ പവറുകൾ തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്യുക, ബിയും സിയും കൂടി ഒന്ന് കൂട്ടുക. ഈക്വൽ ടു ഇവിടെ എല്ല് ഒറ്റ എല്ലുള്ളൂ, അപ്പോൾ നമുക്ക് അവിടെ 1 കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ എടുക്കുക, ബി പ്ലസ് സി ഈക്വൽ ടു 1. അവിടെ എടുക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട് ബിയും സിയും നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ടി എടുക്കുക, ടി റേസ് ടു -c ആണ്. ഇവിടെ ടിക്ക് എന്താ കൊടുത്തിട്ടുള്ളത്, -2 എന്ന് വെച്ചാൽ എന്താ, -c ഈക്വൽ ടു -2. മൈനസ് കളഞ്ഞാൽ സിയുടെ വാല്യൂ 2. ഇനി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം, ബി പ്ലസ് സിയുടെ അവിടെ 2 ഇട്ട് കൊടുത്താൽ 1. അപ്പോൾ ബി ഈക്വൽ ടു ഈ +2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഇവിടെ ഓൾറെഡി 1 ഉണ്ട്, +2 അങ്ങോട്ട് പോകുമ്പോൾ -2. സോ നമുക്ക് ബിയുടെ വാല്യൂ എന്താ കിട്ടുക, 1 - 2 എന്ന് പറഞ്ഞാൽ -1. കണ്ടോ, അപ്പോൾ നമുക്ക് എ ബി സി കിട്ടി. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുക, എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഞാൻ ഇവിടെ എഴുതാം. അതായത് നമുക്കിപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി. എങ്ങനെ കിട്ടിയത്, നമ്മൾ എഫിന് എഴുതി, എഫ് ഈസ് പ്രൊപ്പോർഷണൽ ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് നമ്മൾ സ്മോൾ ലെറ്റർ എം റേസ് ടു എ, നമ്മൾ ആറിന് ബി കൊടുത്തു, ബിക്ക് സി എന്ന് കൊടുത്തു, അങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടി, എ ബി സിയുടെ വാല്യൂ ഒക്കെ നമുക്ക് കിട്ടി, A1 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എം റേസ് ടു 1. ഇനി ആറ് നമുക്ക് എന്താ കിട്ടിയത്, ബിയുടെ വാല്യൂ എന്താ, -1. ദെൻ സി നമുക്ക് എന്താ കിട്ടിയത്, 2. അപ്പോൾ നമുക്ക് വിയുടെ പവർ സിയുടെ അവിടെ 2 ഇട്ട് കൊടുക്കാം. എ ബി സിയുടെ അവിടെ വാല്യൂസ് ഇട്ട് കൊടുത്തു. ഇതാണ് ഇക്വേഷൻ. ഇത് നമുക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് ശരിക്കും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് നമ്മൾ അതുപോലെ എഴുതാം. ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മാസ് ഉണ്ടല്ലോ, അത് നമുക്ക് മുകളിൽ എം റേസ് ടു 1 അല്ല, അപ്പോൾ നമുക്ക് ആ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വിയുടെ പവർ 2, അപ്പോൾ v². ഇനി 6 ഉണ്ട്, പക്ഷെ 6ൻ്റെ പവർ -1. അതിൻ്റെ അർത്ഥം 6 അടിയിലാണുള്ളത്. -1 ആയി, അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂയുടെ പവർ നെഗറ്റീവ് ആണെങ്കിൽ അത് അടിയിലാണ് വരിക. നമുക്കിവിടെ -1 ആയ കാരണം നമുക്ക് 6 കൊടുക്കാം. -2 ആണെങ്കിൽ നമ്മൾ അടിയിൽ r² കൊടുക്കുക കേട്ടോ. സോ ഇതാണ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ. ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നമ്മൾ ഇതുപോലെയാണ് ചെയ്യുക. റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യൂ, ഡയമെൻഷൻ അനാലിസിസ് എന്നൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്യണം. ഇതേപോലെ നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇങ്ങനത്തെ ചോദിക്കും. നമുക്ക് ഇതുപോലത്തെ വേറെ ഇക്വേഷൻസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തു തന്നാൽ മതി. ക്വസ്റ്റ്യൻ തന്നെ എല്ലാതും ഉണ്ടായിരിക്കും. ഇതുപോലെ ABC ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് പഠിക്കണേ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറേ ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഓൾറെഡി കുറേ ഗ്രാഫ് വന്നിട്ട് അതിൻ്റെ ഒക്കെ ഓരോ ഗ്രാഫ് എന്താണ്, ഇങ്ങനെ ഗ്രാഫുകൾ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഇന്ന് തന്നെ മാക്സിമം ഇടുന്നുണ്ട്. എല്ലാവരും ചാനലിലെ നോട്ടിഫിക്കേഷൻ ബെൽ ഒന്ന് ഓണാക്കി വെക്കുക. എന്തായാലും നമ്മൾ 2-3 മണിക്കൂർ ഗ്യാപ്പിലൊക്കെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇടുന്നുണ്ട്. നാളെ മോർണിംഗ് വരെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കീപ്പ് ഇൻ ടച്ച്, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ, ഏതെങ്കിലും പുതിയത് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെ ഇത് വന്നതെന്നൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ. സോ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയാൻ, നമുക്ക് ഇതുപോലെ ഗ്രാഫ് തന്നിട്ട് ഇവിടെ നമുക്ക് പല സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ആക്സിലറേഷൻ, ഇവിടെ ടൈമാണ്. അപ്പോൾ ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയണം അവിടെ എന്താണ്, ഇവിടെ ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ലൈനെങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്കിതുപോലെ വന്നിട്ട് ഇവിടെ വിയും ഇവിടെ ടി ആണ്. ഇങ്ങനെ വരച്ചാൽ അത് യൂണിഫോം വെലോസിറ്റി നമ്മൾ മനസ്സിലാക്കുക. സോ ഇതാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ ഇങ്ങനെയാണ് ഗ്രാഫിൽ, അത് റീടാർഡഡ് മോഷൻ എന്നാണ് പറയുക, റീടാർഡഡ് മോഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ എക്സ് പൊസിഷൻ ടൈം ഗ്രാഫാണ്, ഇങ്ങനെ വരച്ചേക്കുക. അപ്പോൾ അത് യൂണിഫോം പൊസിഷൻ എന്നല്ല പറയുക, അത് ബോഡി റെസ്റ്റിലാണ്, ബോഡി മൂവ് ചെയ്യുന്നില്ല, അത് സ്റ്റക്കായിട്ട് സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് പൊസിഷൻ ടൈം ഗ്രാഫിൽ കേട്ടോ.
ദെൻ ഇങ്ങനെ വന്നു പൊസിഷൻ ടൈം ഗ്രാഫിൽ തന്നെ ഇങ്ങനെ വന്നാൽ അത് ആക്സലറേഷൻ മോഷനാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോഷനാണ്. റീടാർഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിലത്തോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക, കുറഞ്ഞ് വരിക, അതൊക്കെയാണ് റീടാർഡഡ്. ഇങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ആണ്. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലോ, നമ്മൾ പറഞ്ഞു അവിടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്, യൂണിഫോം ആക്സലറേഷൻ ആണ് വരിക കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫിൽ എന്ത് ചെയ്യുക, ഇതുപോലെ നേർ ലൈൻ ആണെങ്കിൽ അവിടെ ആക്സലറേഷൻ 0 ആണ്. ഇതിൻ്റെ തന്നെ ഈ ഒരു ഗ്രാഫുകൾ നമുക്ക് ഇതുപോലെ ഓരോ പോയിന്റ് ഇതുപോലെ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. 4 ഗ്രാഫ് നിങ്ങൾക്ക്, അല്ല 5 ഗ്രാഫ് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ കാർ ഓഫ് മാസ് 1000 kg 1000 കിലോഗ്രാം ഉള്ളൊരു കാർ സ്റ്റാർട്ട് ചെയ്തു, റെസ്റ്റിൽ നിന്നാണ് തുടങ്ങിയത്. അണ്ടർഗോസ് ആക്സലറേഷൻ, ഇതേപോലെയാണ് അതിൻ്റെ ആക്സലറേഷൻ. മുന്നേ ആ കാറിൻ്റെ ആക്സലറേഷൻ ഇതുപോലെയാണ് ഗ്രാഫ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ആക്സലറേഷൻ ടൈം ഗ്രാഫാണ്. ഒരു ആക്സലറേഷൻ ടൈം ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു, വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ വെലോസിറ്റി ടൈം. നമ്മൾ ഈ ഗ്രാഫ് വരച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ഒരു പൊസിഷൻ, അതായത് 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മിനിറ്റിലാണെങ്കിൽ ഇതാ ഇവിടം വരെ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിച്ചത്, 2 × ഇവിടെ 3 6 കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 6 വരെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടേക്ക് നോക്കുക, ഇതിൻ്റെ അടിയിലേക്ക് ഇതാ 3 വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 അല്ലേ, 2 സെൻറ്റിമീറ്റർ ഇവിടെയും 3. അപ്പോൾ നമുക്കിവിടെ 2 × 3 വരും. അപ്പോൾ അതെന്താണ്, 6 ആണ്. സോ നമുക്കിവിടെ പക്ഷേ നെഗറ്റീവാണ്, താഴോട്ട് വന്ന കാരണം നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, അടുത്ത ടൈം ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടം വരെ 6 ഇതാ ഇങ്ങോട്ട് താഴോട്ട് കൊടുക്കുക. അതായത് 4ലും 6 ആണ്, പക്ഷേ നെഗറ്റീവ് ആയ കാരണം ഇങ്ങനെ വരും. സോ ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി ടൈം എന്ന് പറയുന്ന ഗ്രാഫ്. ഇതാണ് കേട്ടോ. ഓക്കെ, ഷെയ്ഡ് ചെയ്ത പോർഷൻ. ദെൻ നമുക്ക് അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഇത്ര ലെങ്ത് ആയിട്ടൊന്നും നീളത്തിൽ വരില്ല കേട്ടോ, ജസ്റ്റ് ഇതാ ഇങ്ങനെ വരുള്ളൂ. കണ്ടോ, ഇതേപോലെ വരുള്ളൂ. നിങ്ങൾ ജസ്റ്റ് വരച്ച് നോക്കി നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വാട്ട് ഈസ് ദ റീടാർഡിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കാർ? അതായത് നമുക്കിതിൽ എഫ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എഫ്. ഓക്കെ, സോ നമ്മൾ എഫ് കണ്ടുപിടിക്കാനായി നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, F = ma. ഓക്കെ, സോ ഇതിൽ സ്കെച്ചിൻ്റെ കളർ പോയി, ഒരു മിനിറ്റ്. സോ F = ma ആണ്. ഇവിടെ നമുക്ക് മാസ് എന്നിട്ടുണ്ടല്ലോ 1000 kg എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. m 1000 ആണ്. സോ m 1000 1000 ഇൻറ്റു ആക്സലറേഷൻ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യനിലെ ആക്സലറേഷൻ എന്താണെന്ന് നോക്കിക്കേ. ഇവിടേക്കും ആക്സലറേഷൻ 3 ആണ്, അടിയിലേക്കും 3 ആണ് അല്ലേ. ആക്സലറേഷൻ അതായത് ഓരോ 2 സെക്കൻഡ് നമ്മൾ എടുക്കുമ്പോഴും ഇവിടെ തൊട്ട് ഇവിടം വരെ അത് 3 ആക്സലറേഷൻ ആണ്. അതായത് 3 to 4 അതെന്താണ്, 3 എന്ന് പറയുന്ന ആക്സലറേഷനിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 1000 × 3, സോ വി വിൽ ഗെറ്റ് 3000 ആണ് ഇതിൻ്റെ ഫോഴ്സ് നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഇസ് ടോട്ടൽ ഡിസ്റ്റൻസ്? ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, എമ്മും എ ഒക്കെ തന്നിട്ട് എഫ് ചോദിക്കും. സിമ്പിളാണ്, ഇട്ട് കൊടുത്താൽ മതി. വാട്ട് ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ഡ്യൂറിങ് T0 to T4? അതായത് 0 തൊട്ടിട്ട് ഈ 4 വരെ ഇതിൽ എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ്, എത്രയാണ് ട്രാവൽ ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ എന്താ ചെയ്തത്, നമുക്കിവിടെ ആക്സലറേഷൻ ടൈം വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. സോ നമ്മൾ പഠിച്ചു ആക്സലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ് യു വിൽ ഗെറ്റ് വെലോസിറ്റി. അതേപോലെ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതുപോലെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഡിസ്റ്റൻസ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. പഠിച്ചല്ലോ, അതായത് ആക്സലറേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഏരിയ കിട്ടൽ വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഡിസ്റ്റൻസ് കിട്ടും. സോ ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ നമ്മൾ എഴുതി വയ്ക്കാൻ പഠിച്ചോളൂ കേട്ടോ. ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, സോ നമുക്കിവിടെ എന്താണ്, ഇതല്ലേ നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ, ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഏരിയ കിട്ടും. ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, ½ × b × h. അപ്പോൾ നമ്മൾ ചതുരൊക്കെ ആണെങ്കിൽ ലെങ്ത് × ബ്രെഡ്ത്ത് ചെയ്യുക, അതായത് ഈ സൈഡ് × ഈ സൈഡ് ചെയ്താൽ മതി. ഇനി അതല്ല ട്രയാങ്കിളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ½ × b × h ആണ്. ഇപ്പം തന്നെ പഠിച്ചോളൂ കേട്ടോ. ½ ഇവിടെ b എന്താണ്, b ഇതല്ലേ b, 0 തൊട്ടിട്ട് 4 വരെ ഉണ്ട്. അപ്പോൾ ½ × 4 ഇൻറ്റു എന്ത് ചെയ്യുക, ഹൈറ്റ് എന്താ വരിക, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ കണ്ട, ഈ ഡിസ്റ്റൻസ് എത്ര നോക്കിയൊക്കെ 6 അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, ½ × 4 × 6. ഓക്കെ, അപ്പോൾ എന്താ വരിക, 6 × 4 24 ആണ്. 24ൻ്റെ പകുതി എന്താ, നമുക്ക് 24ൻ്റെ പകുതി പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇതിൻ്റെ ഏരിയ ആയിട്ട് കിട്ടുക. സിമ്പിളാണ് ഇത്, നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഇതേ ക്വസ്റ്റ്യനിൽ മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഇത് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ നിന്നാണ്. കുറേ പേര് നമുക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞൊരു ടോപ്പിക്കാട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. റീകോയിൽ ഓഫ് എ ഗൺ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ ഇപ്പോൾ ഒരു പോയിന്റ് പഠിച്ചല്ലോ, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ബേസിലുള്ളതാണ് റീകോയിൽ ഓഫ് ഗൺ. സോ വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് റീകോയിൽ ഓഫ് ഗൺ എന്ന് ചോദിച്ചാൽ അറിയണം, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? സ്റ്റേറ്റ് ചെയ്യാൻ. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിളാണ്, ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അതായത് according to law of conservation of linear momentum, if the external force acting on the body is zero, total linear momentum remains constant. അതായത് വേറെ ഒന്നുമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ബോഡി എടുത്തു, ആ ബോഡിയിൽ നമ്മൾ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല, സീറോ ആണ്, നമ്മൾ ഒന്നും അതിന് ചെയ്യുന്നില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ബുക്ക് ഉണ്ട്, ഈ ബുക്കിലേക്ക് ഞാനൊന്ന് തള്ളുക, ഒന്നും ചെയ്യാതെ വെറുതെ അതിൽ വെച്ചേക്കുക. സോ എന്താ പറഞ്ഞത്? ഇഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് പറഞ്ഞാൽ പുറമേ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഒരു ബോഡിയിൽ സീറോ ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കും. മൊമെൻ്റത്തിന് ഒരു മാറ്റവും വരില്ല, സ്ഥിരമായിട്ട് തന്നെ തുടരും. ഓക്കെ, എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് അത് എഴുതാൻ കിട്ടില്ലെങ്കിൽ ഇതെങ്കിലും എഴുതാം. ഇനി അറിയുന്നവർ രണ്ടും ഒരുമിച്ച് എഴുതണം കേട്ടോ. അതായത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നാണ് നമുക്ക് ഈ ലീനിയർ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് നമുക്ക് വന്നത്. എന്താ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഓർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു dp/dt ആണ്. ഇതിൻ്റെ ബേസിലൊരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണണേ, ഇന്നലെ നൈറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് എങ്ങനെ പ്രോബ്ലംസ് ചോദിക്കുക, ഇതിൻ്റെ ബേസിൽ നമുക്ക് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കാണണേ. സോ നമുക്കിവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, അത് കഴിഞ്ഞ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഴുതുക, F=dp/dt. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള? ഫോഴ്സ് സീറോ ആണെങ്കിൽ, ഇവിടെ നമുക്ക് സീറോ ആണെങ്കിൽ dp/dt എന്നല്ലേ വരുള്ളൂ. അതിൻ്റെ മീനിങ് എന്താ? dp/dt = 0 എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് അവിടുത്തെ മീനിങ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രഷർ അല്ല, സോറി, പി എന്ന് പറഞ്ഞാൽ മൊമെൻ്റം ആണ്. മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ dp/dt = 0 എന്ന് വന്നാൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക? അവിടെ പി എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ? മാസിൻ്റെ വെലോസിറ്റി ആണ് കേട്ടോ. ഇതവിടെ കോൺസ്റ്റൻറ്റ്. ഇത് ഏത്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഏതാ? F ഇവിടെ 0 ആണെങ്കിൽ അതാണ് കൺസർവേഷൻ മൊമെൻറ്റം പറയുന്നത്. ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. റീകോയിൽ ഓഫ് ഗണ്ണിൻ്റെ വെലോസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ അറിഞ്ഞിരിക്കുന്നത് അറിയോ? ക്യാപിറ്റൽ M എടുക്കുക, സ്മോൾ ലെറ്റർ M എടുക്കുക. ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ മാസാണ്, ഗണ്ണ്. അതിൻ്റെ ഉള്ളിലുള്ള ബുള്ളറ്റിൻ്റെ മാസാണ് സ്മോൾ ലെറ്റർ M. ഓക്കെ, അത് കഴിഞ്ഞ് ഗണ്ണിൻ്റെ വെലോസിറ്റി ക്യാപിറ്റൽ V ആണ്, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ V. ഇങ്ങനെ എടുക്കുക. ക്യാപിറ്റൽ എമ്മും സ്മോൾ ലെറ്റർ എമ്മും, ക്യാപിറ്റൽ V സ്മോൾ ലെറ്റർ V. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗണ്ണാണ്, സ്മോൾ ലെറ്റർ ആണെങ്കിൽ ബുള്ളറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം പറയുന്നത് ഇതാണ്. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ്ങും ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ്ങും ഈക്വൽ ആയിരിക്കും. നമ്മളതൊരു ഗണ്ണിൽ നിന്ന് ഒരു ബുള്ളറ്റ് നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ബിഫോറും ആഫ്റ്റർ എന്താണ്? അതായത് ഫയർ ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷം അവിടുത്തെ മൊമെൻറ്റം ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ് 0 അല്ല, നമ്മൾ ഫയർ ചെയ്തിട്ടില്ല, അപ്പോൾ അവിടെ വെലോസിറ്റി ഒന്നും അവിടെ വരുന്നില്ല, അപ്പോൾ അവിടുത്തെ മൊമെൻറ്റം 0 ആണ്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ മൊമെൻറ്റം ബിഫോർ ഫയറിങ് 0 എന്ന് എടുക്കുക. ആഫ്റ്റർ ഫയറിങ് എന്താ വരിക? രണ്ടെണ്ണത്തിൻ്റെ മൊമെൻറ്റം വരും. എന്തൊക്കെയാണ്? ബുള്ളറ്റിൻ്റെയും ഗണ്ണിൻ്റെയും ബുള്ളറ്റ് രണ്ടിനും 2 മൊമെൻറ്റം വരും. സോ ഗണ്ണിൻ്റെ മൊമെൻറ്റം എന്താ വരിക? മാസിൻ്റെ വെലോസിറ്റി, ഗണ്ണിൻ്റെ മാസ് M, ക്യാപിറ്റൽ M, വെലോസിറ്റി ക്യാപിറ്റൽ V. ഇനി ബുള്ളറ്റിൻ്റെ എന്താ വരിക? സ്മോൾ ലെറ്റർ M ഇൻറ്റു സ്മോൾ ലെറ്റർ V. ഇതുപോലെ എഴുതുക. മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി ആണ്. അപ്പോൾ ബുള്ളറ്റ് ആണെങ്കിൽ സ്മോൾ എടുക്കുക, ഗണ്ണാണെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതിൽ ഈ ക്യാപിറ്റൽ MV ഉണ്ട്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ MV = സ്മോൾ ലെറ്റർ MV എന്ന്. അതായത് എന്തിൻ്റെ മീനിങ്? അതായത് ബിഫോർ ഫയറിങ് ആൻഡ് ആഫ്റ്റർ ഫയറിങ് നമ്മൾ എടുത്തു, രണ്ടിൻ്റെയും മൊമെൻറ്റ് നമ്മൾ ഈക്വൽ ആണ്. നമുക്കറിയാം കൺസർവേഷൻ മൊമെൻറ്റം പ്രകാരം ബിഫോർ ഫയറിങ്ങും ആഫ്റ്റർ ഫയറിങ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് കിട്ടും? ക്യാപിറ്റൽ MV + സ്മോൾ ലെറ്റർ MV എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് വെൻ ബുള്ളറ്റ് മൂവ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ, നമ്മൾ ആ ബുള്ളറ്റ് മുമ്പിലോട്ട് പോവുകയാണെങ്കിൽ ഗൺ എന്ത് ചെയ്യും? ബാക്ക്വേർഡ് ഡയറക്ഷനായിട്ടാണ് പോവുക. ഓക്കെ, അതായത് ബുള്ളറ്റ് മുമ്പിലോട്ട് പോവുകയാണെങ്കിൽ അതാണ് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് MV, ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് MV ആവും. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബുള്ളറ്റ് നമ്മളിങ്ങനെ ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഗൺ എന്താ ചെയ്യുക? ജസ്റ്റ് ബാക്കിലോട്ട് പോകും. ഇതാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ.
വെൻ ദ ബുള്ളറ്റ് മൂവ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ഗൺ മൂവ്സ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഗണ്ണ് ബാക്കിലോട്ടാണ് പോവുക. ഇതാണ് എന്ത്? റീകോയിൽ ഓഫ് ഗൺ. എല്ലാവർക്കും ഈ പ്രോബ്ലം, ഈ റീകോയിൽ എന്നുള്ള കൺസെപ്റ്റ് ഓക്കെ അല്ലേ? നമുക്ക് അതിലൊരു തേർഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് ഓഫ് മാസ് 100 kg. ബുള്ളറ്റിന്റെ മാസ് ആണ്, അപ്പോൾ സ്മോൾ ലെറ്റർ എം ആണ്, 100 എന്ന് കൊടുത്തു. ഈസ് ഫയർഡ് ഫ്രം എ റൈഫ് ഓഫ് മാസ് 200 kg. 200 kg ആണ് എന്ത്? ആ ഒരു ഗണ്ണിൻ്റെ മാസ്. റൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഗണ്ണിൻ്റെ മാസ് നമുക്ക് 200 എന്നാണ്. അത് കെ ജിന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, 200 kg. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒക്കത്തിനും കെ ജിയിലോട്ട് മാറ്റാം. ഇവിടെ 1 ഗ്രാമും 1 kg. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അതായത് ക്യാപിറ്റൽ എം 200 kg തന്നെ കൊടുക്കുക. ബുള്ളറ്റിൻ്റെ മാസ് 100 gram എന്നല്ല തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ മാസ് നമ്മൾ കിലോഗ്രാമിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 0.1 kg എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 2 മാസും കെ ജിയിലോട്ട് മാറ്റി. ഇനി വിത്ത് ദ സ്പീഡ് ഓഫ് 50 meter/second കാൽക്കുലേറ്റ് ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ റൈഫ്. അതായത് സ്മോൾ ലെറ്റർ വി തന്നിട്ടുണ്ട് 50 meter. ആൻഡ് റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കണം റൈഫിൻ്റെ. റൈഫ് എന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ. അപ്പോൾ ക്യാപിറ്റൽ വി ആണ് കണ്ടുപിടിക്കേണ്ടത്, മറ്റേത് സ്മോൾ ലെറ്റർ വി ആണ്. ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചത് എന്താണ്? നമ്മൾ റീകോയിൽ ഓഫ് ഗണ്ണിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലായി. ഇതാണ് എക്സ്പ്രഷൻ. അതായത് ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും, ഐ മീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ സെയിം മൊമെൻറ്റമാണ്. സോ നമ്മളിങ്ങനെ എഴുതി. നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി. ക്യാപിറ്റൽ എം വി ഈക്വൽ ടു ക്യാപിറ്റൽ എം, ക്യാപിറ്റൽ വി ഈക്വൽ ടു സ്മോൾ ലെറ്റർ എം, സ്മോൾ ലെറ്റർ വി ആണ്. നമ്മൾ ക്യാപിറ്റൽ എമ്മിൻ്റെ അവിടെ 200 നമ്മൾ കൊടുത്തു. മാസ് നമ്മൾ അതുപോലെ തന്നെ കെ ജി കൊടുത്തു. വി ആണ് ക്യാപിറ്റൽ വി, അതായത് റൈഫിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കറിയില്ല. ദെൻ സ്മോൾ ലെറ്റർ എം എന്താണ്? 0.1 kg ഇൻറ്റു വി. നമുക്ക് 50 meter/second വെലോസിറ്റി തന്നിട്ടുണ്ട്. ഈ meter/second ഒക്കെ ആണെങ്കിൽ വെലോസിറ്റി ആണെന്ന് അറിഞ്ഞിരിക്കണേ. നമുക്ക് ഇതിൻ്റെ വി എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 200 അടിയിലോട്ട് കൊണ്ടുപോകാം, ഡിവൈഡ് ആവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വെലോസിറ്റി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇങ്ങനെയും പ്രോബ്ലംസ് ചോദിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് 1 word questions ആണ്. ഈ പാഠത്തിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് സൈൻ കണ്ടുപിടിക്കാനാണ്. സൈൻ ഓഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓൺ ബോഡി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. എല്ലാ ബോഡിയിലുള്ള ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ ബോഡി ചെയ്യുന്ന വർക്കിൻ്റെ ചാർജ് നമ്മൾ നോക്കണം, നെഗറ്റീവാണോ പോസിറ്റീവാണോ. ആ സൈൻ കണ്ടുപിടിക്കാനാണ്. സ്റ്റേറ്റ് കെയർഫുള്ളി ഇഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. തന്നിട്ടുള്ളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാനാണ്. സിമ്പിളാണ്. നിങ്ങൾ ഒറ്റ കാര്യം നോക്കേണ്ടുള്ളൂ. നമ്മളിപ്പോൾ പറയുന്ന ഫോഴ്സ് വർക്ക് ഡൺ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നെഗറ്റീവ് എന്ന് കൊടുക്കാം. എക്സാമ്പിൾ നോക്കാം. വർക്ക് ഡൺ ബൈ എ മാൻ ലിഫ്റ്റിംഗ് എ ബസ് ഇൻ എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. അതായത് ഒരു കിണറ്റിൽ നമ്മൾ വെള്ളം കോരിയെടുക്കുകയാണ്. ബൈ മീൻസ് ഓഫ് എ റോപ്പ് ടൈ ടു ദ ബക്കറ്റ്. നമ്മൾ കയറിൽ ബക്കറ്റ് ഇട്ട് വെള്ളം കോരിയെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്താണ്? പോസിറ്റീവാണ്. ഒരു ആളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ആ ആൾ ഫോഴ്സ് അങ്ങോട്ട് കൊടുത്ത് വെള്ളം വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ എന്താണ്? പോസിറ്റീവാണ്. ദെൻ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. കണ്ട ഇവിടെ കണ്ട ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ? വർക്ക് ഡൺ ബൈ. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എന്നൊക്കെ വരികയാണെങ്കിൽ നെഗറ്റീവാണ്. ഇവിടെ നോക്കിക്കിനി നിങ്ങൾക്കിത് പറയാൻ പറ്റും. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? നെഗറ്റീവാണ്. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ദെൻ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഓൺ ബോഡി. ഓൺ ബോഡി കണ്ട ഒരു ബോഡിയിൽ കൊടുക്കുകയാണ്. മൂവിങ് ഓൺ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. ഇവിടെ എന്താ പോസിറ്റീവ് വരെ? കാരണം എന്താ? വർക്ക് ഡൺ ചെയ്യാണ് ബൈ എൻ അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്തിരിക്കുക, അല്ലാണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ അല്ല. നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ആ ബോഡിയുടെ ഓൺ ദ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മളത് പോസിറ്റീവ് എന്ന് കൊടുക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിത് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദെൻ വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ്. കണ്ട റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻസ് പറയുന്നത്. നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു അതും കൂടി പറയാം. ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ പറയാം. കാരണം ഒരു ക്വസ്റ്റ്യൻസ് നീറ്റായിട്ട് കാണുന്നില്ല ഞാൻ ബാക്കിൽ എഴുതിയപ്പോഴേ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇതാണ് എ ബോൾ ഈസ് ത്രോൺ സ്ട്രെയിറ്റ് അപ്പ്. മുകളിലോട്ട് നമ്മൾ കല്ലെറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒബ്റ്റെയിൻ ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ദ ഹൈറ്റ് ടു വിച്ച് ഇറ്റ്സ് ട്രാവൽ. അതായത് ഒരു കല്ല് നമ്മൾ മുകളിലോട്ട് എറിയുമ്പോൾ അത് മാക്സിമം എത്ര ഹൈറ്റിലോട്ട് എത്തും. ഇതിൻ്റെ ഒക്കെ ഡെറിവേഷൻ, അതായത് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ എത്ര ഹൈറ്റിലെത്തും, എത്ര ടൈം എടുക്കും, അതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാത്രം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ദ ഹൈറ്റ്, എത്രയാണ് ഇത് ട്രാവൽ ചെയ്യുക, മുകളിൽ എത്ര എത്തും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായി നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഇതാണ്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. യു എന്നാണ് ഇക്വേഷൻ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. നമ്മൾ എന്തായാലും ഒരു കല്ലെടുത്ത് എറിയുമ്പോൾ നമ്മൾ കുറച്ച് വെലോസിറ്റിയിൽ അത് മുകളിലോട്ട് പോകും.
ഓക്കെ. അപ്പോൾ അത് മുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും, താഴത്തോട്ട് വരുന്നതിനെ കുറിച്ച് ഒന്നും ഇവിടെ പറയുന്നില്ല. താഴത്തോട്ട് എത്ര ഇതിലാണ് വന്നതെന്നൊന്നും പറയുന്നില്ല. ഫൈനൽ വെലോസിറ്റി ഒന്നും നമുക്കിവിടെ പറയുന്നില്ല. വി നമ്മൾ 0 ആയിട്ട് കൊടുക്കുക. യു എന്നുള്ളത് യു, വി ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ആക്സലറേഷൻ എന്താണ്, -g. ഇവിടെ എക്ക് പകരം -g കൊടുക്കുക. എസ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കാണാത്തവർ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താലോ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയറിൻ്റെ അവിടെ യു സ്ക്വയർ തന്നെ 2 ഇൻറ്റു എ എന്താണ് -g ആണ്, എസ് എച്ച് എന്ന് കൊടുത്തു. ഓക്കെ. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ, ഈ നെഗറ്റീവ് ഇത് എവിടെ കൊടുക്കുക, 2gh എന്നായി. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവായി. 2gh ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി യു സ്ക്വയർ ഉണ്ട്, ഇവിടെ ഓൾറെഡി വി സ്ക്വയർ 0 ആണ്, വി 0 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത് പോയി. ഈ -2gh പ്ലസ് 2gh ആയി. പിന്നെ നമ്മൾ യു സ്ക്വയറിന് അതുപോലെ ചെയ്ത്, അപ്പോൾ എച്ച് ഈക്വൽ എന്ത് വരും, യു സ്ക്വയർ ബൈ ഈ 2g അടിയിലോട്ട് കൊണ്ടുവരിക. കണ്ടോ, ഇതാണ് മാക്സിമം ഹൈറ്റ്. കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്ര വരിക, യു സ്ക്വയർ ബൈ 2g എന്നാണ് നമുക്കിതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ്. ബോൾ ഇതുപോലെ മുകളിലോട്ട് എറിയുമ്പോൾ അതിൻ്റെ ഗ്രാഫ് വരെ ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് മുകളിലോട്ട് എറിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ഇതിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതിൻ്റെ വെലോസിറ്റി ആക്സലറേഷനും ടോപ്പിൽ എന്തായിരിക്കും കേട്ടോ. ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇതുപോലെ കല്ലെടുത്ത് എറിയുമ്പോൾ ഏറ്റവും ടോപ്പിൽ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ വി 0 എന്ന് കൊടുത്ത്. ആക്സലറേഷൻ എന്താണ്, 9.8 തന്നെയാണ്. ഇതാണ് ക്വസ്റ്റ്യൻസ്, നോക്കി നോക്കൂ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഇത് പഠിക്കുക. ഈ ടൈം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക, ഇത്രയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മളിനി ഫോർമുലാസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.